ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ നോക്കാൻ പോണത് നമ്മളെങ്ങനെ കേൾക്കുന്നു, എങ്ങനെ നമ്മുടെ ബോഡി ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നാണ് മെയിനായിട്ട് നോക്കുന്നത്. സെൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ സൗണ്ട് നമ്മുടെ പുറത്ത് കാണുന്ന പിന്നെ വഴി എവിടെ എത്തുന്നു? ഓഡിറ്ററി കനാലിലെത്തുന്നു. ഓഡിറ്ററി കനാലിൽ നിന്ന് തിംപാനിയത്തിലെത്തുന്നു. തിംപാനിയത്തിൽ നിന്ന് എവിടെ എത്തുന്നു? ഇയർ ഓസിക്കിൾസിലെത്തുന്നു. ഇയർ ഓസിക്കിളിൽ നിന്ന് ഓവൽ വിൻഡോ, നമ്മുടെ ഓവൽ ഒരായിട്ടുള്ളൊരു വിൻഡോയിലേക്ക് കയറുന്നു. പിന്നെ കോക്കുലർ ഫ്ലൂയിഡ് ഓഡിറ്ററി റിസപ്റ്റർ വഴി ഇമ്പൾസിലെത്തി. ഇമ്പൾസ് എവിടെ എത്തുന്നു? ഓഡിറ്ററി നെർവിലെത്തുന്നു. ഓഡിറ്ററി നെർവ് എന്ത് ചെയ്യുന്നു? സെരിബ്രം, നമ്മുടെ ഹെഡിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് സെരിബ്രം. സെരിബ്രം വഴി നമുക്ക് ഹിയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നു. സൗണ്ട് എവിടെ എത്തുന്നു? പിന്നെ വഴി ഓഡിറ്ററി കനാലിലെത്തി. ഓഡിറ്ററി കനാലിന് തിംപാനിയത്തിലെത്തി. തിംപാനിയത്തിൽ നിന്ന് എവിടെ എത്തുന്നു? ഇയർ ഓസിക്കിൾസിലെത്തുന്നു. ഇയർ ഓസിക്കിൾസ് നിന്ന് ഓവൽ വിൻഡോയിലെത്തുന്നു. ഓവൽ വിൻഡോയിൽ നിന്ന് കോക്കുലാർ ഫ്ലൂയിഡിലെത്തുന്നു. ഫ്ലൂയിഡിൽ നിന്ന് ഓഡിറ്ററി റിസപ്റ്റർ ഇമ്പൾസ് ഉണ്ടാക്കി ഓഡിറ്ററി നെർവ് വഴി നമ്മുടെ ഹെഡിൻ്റെ സെരിബ്രത്തിലെത്തിയിട്ട് ഹിയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് ബോഡി ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹെഡ് മൂവ് ചെയ്യണ സമയത്ത് ഹെയർ സെൽസിൻ്റെ വെസ്റ്റിബുലർ സിസ്റ്റത്തിലുള്ള ഹെയർ സെൽസസ് ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എവിടെ എത്തുന്നു? വെസ്റ്റിബുലാർ നെർവിലെത്തുന്നു. നെർവിൽ നിന്ന് സെരിബെല്ലത്തേക്ക് എത്തുന്നു. സെരിബെല്ലമാണ് നമുക്കറിയാം ബോഡി ബാലൻസിന് സഹായിക്കുന്നത്. ഹിയറിംഗ് ഓഫ് ലൗഡ് വോയിസ് എബവ് 85 ഡെസിബലിന് മുകളിലുള്ള ഹിയറിംഗ് സൗണ്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഫോർ എ ഷോർട്ട് ടൈം ആൻഡ് ലെസ് ടൈം ബിലോ 55 ഡെസിമൽ ഫോർ എ ലോങ് ടൈം ക്യാൻ കോസസ് പെർമനൻറ്റ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗഡ് നോയ്സ് ആയിട്ടുള്ള 85 ഡെസിമൽ ഒരു ഷോർട്ട് ലൈമിൽ കേൾക്കുകയും അല്ലെങ്കിൽ ലെസ് നോയ്സ് ആയിട്ടുള്ള 55 ഡെസിമൽ ഒരു ലോങ് ടൈമിന് കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ചെവി കേൾക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ സ്മെല്ല് സെൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടേസ്റ്റ് സെൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്കിന്ന് സെൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പലതരത്തിലുള്ള ഓർഗൻസ് എന്ന് വെച്ചാൽ ഓർഗാനിസംസ് സെൻസ് ചെയ്യുന്നത്, വ്യത്യസ്ത ഓർഗാനിസം ബേർഡ്സൊക്കെ എങ്ങനെ സെൻസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എങ്ങനെ സ്മെൽസ് കാണുന്നത്, മണക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഫാക്ടറി മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. അത് നമ്മുടെ മ്യൂക്കസിൽ ഡിസോൾവ് ചെയ്തിട്ട് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓൾഫാക്ടറി റിസപ്റ്റർ ന്യൂറോൺസ് നമ്മുടെ നോസിലുണ്ട്. അപ്പോൾ അതിനെ ആ റിസപ്റ്റർ ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ബ്രെയിൻ ത്രൂ ഈ ഇമ്പൾസസ് എവിടെ എത്തുന്നു? ബ്രെയിനിലെത്തുന്നു. ഓൾഫാക്ടറി നെർവിൻ്റെ സഹായത്താൽ ഇമ്പൾസ് ബ്രെയിനിലെത്തുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സ്മെല്ല് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സബ്സ്റ്റൻസ് നമ്മുടെ ടേസ്റ്റ് ചെയ്യുന്ന നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ത് ചെയ്യുന്നു? സലൈവയിൽ ഡിസോൾവ് ആകുന്നു. അങ്ങനെ ഡിസോൾവ് ആവുന്ന സമയത്ത് കീമോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടേസ്റ്റ് ബഡിൻ്റെ ഉള്ളിലുള്ള കീമോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സലൈവയിൽ ഡിസോൾവ് ആവുന്ന സമയത്ത് നമ്മുടെ ടേസ്റ്റ് ബഡ്സിലുള്ള കീമോ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇമ്പൾസ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഇമ്പൾസസ് നമ്മുടെ ബ്രെയിനിലേക്ക് നെർവ് വഴി എത്തുന്നു. അങ്ങനെ നമ്മൾ കഴിച്ച ആ ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നു. സ്മെല്ലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓൾഫാക്ടറി മോളിക്യൂൾസ് നമ്മുടെ മ്യൂക്കസായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഓൾഫാക്ടറി റിസപ്റ്റർ ന്യൂറോൺസസ് സ്റ്റിമുലേറ്റ് ആവുകയും ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ബ്രെയിനിലേക്ക് ഓൾഫാക്ടറി നെർവ് വഴി എത്തുന്നു. അങ്ങനെ നമുക്ക് സ്മെല്ലിൻ്റെ സെൻസ് ഉണ്ടാക്കുന്നു. ഇനി ടേസ്റ്റിൻ്റെ സെൻസ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് സലൈവയായിട്ട് മിക്സ് ആവുന്ന സമയത്ത് കീമോ റിസപ്റ്റേഴ്സ് നമ്മുടെ ടേസ്റ്റ് ബഡിൻ്റെ ഉള്ളിലുള്ള കീമോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആവുകയും ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ബ്രെയിൻ അത് മനസ്സിലാക്കി അത് നെർവ് വഴി ബ്രെയിനിലേക്ക് എത്തുന്നു. അങ്ങനെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെൻസ് നമുക്ക് കിട്ടുന്നു. ഇനി നമ്മുടെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റും നല്ല ചൂടും അതുപോലെ നല്ല കോൾഡ്, നല്ല തണുപ്പും ടച്ചും പ്രഷറും പെയിനും പിന്നെ അതേപോലെ ഒരു അങ്ങനെ അതൊക്കെ നമുക്ക് പിന്നെ വൈബ്രേഷൻ പിന്നെ ഹെയർസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? സെൻസ് ചെയ്യാൻ പറ്റും. ഇനി സെൻസറി ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ യുഗ്ലീന എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ സാധനമല്ലേ നമ്മൾ കാണാറുണ്ട്, യുഗ്ലീന. അത് ഐ സ്പോട്ട്, അതിൻ്റെ ലൈറ്റൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഐ സ്പോട്ട് വെച്ചിട്ടാണ്. ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒമാറ്റീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഐ ഉണ്ട്. ആ ഐ വെച്ചിട്ടാണ് അവർ
സാധനങ്ങൾ കാണുകയും സെൻസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ബാറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചെവിയാണ് ആക്ട് ചെയ്യേണ്ടത്. എക്കോ ലൊക്കേഷൻ ഓർഗൻസ്, അവരുടെ ആ എക്കോ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ബാറ്റ് സെൻസ് ചെയ്യുന്നത്. സ്നേക്ക് ആണെങ്കിൽ ജേക്കബസൺ ഓർഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടങ്കിൽ കാണുന്ന ജേക്കബസൺ ഓർഗൻസ് വെച്ചിട്ടാണ് അതൊരു സ്മെല്ല് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഹൗക്കിൻ്റെ ഐസ് UV റേസസിനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ യുഗ്ലീന എങ്ങനെ സെൻസ് ചെയ്യണത്, ഐ സ്പോട്ട് വെച്ചിട്ടാണ് സെൻസ് ചെയ്യുന്നത്. ഇൻസെക്റ്റ് എങ്ങനെ സെൻസ് ചെയ്യണത്, ഒമാക്ടീരിയ കോമ്പൗണ്ട് ഐ വെച്ചിട്ടാണ് അവർ സെൻസ് ചെയ്യുന്നത്. ബാറ്റ് എങ്ങനെ സെൻസ് ചെയ്യണത്, എക്കോ ലൊക്കേഷൻ ഓർഗൻസ് വെച്ചിട്ടാണ് അവർ സെൻസ് ചെയ്യണത്. സ്നേക്ക് എങ്ങനെ സെൻസ് ചെയ്യണത്, ജേക്കബ്സൺ ഓർഗൻ സ്മെല്ല് ചെയ്യുന്നു. ജേക്കബ്സൺ ഓർഗൻ സ്മെല്ല് എന്ന് വെച്ചാൽ നാവിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു സ്ട്രക്ചറാണ് ജേക്കബ്സൺ ഓർഗൻ. ഇനി അടുത്തത് ഹൗക്ക് എങ്ങനെ സെൻസ് ചെയ്യണത്, അൾട്രാ വയലറ്റ് റേസസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നമ്മുടെ 3rd ചാപ്റ്റർ ബിഹൈൻഡ് ദ സെൻസേഷൻ കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.